ഹായ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ്. ഈ റൂട്ടൊക്കെ വന്നിട്ട് കുറേ ആയി. ഇപ്പോൾ ഞങ്ങൾ ട്രിപ്പൊന്നും അല്ല സംഭവം, കൂട്ടുകാരൻ വരുന്നുണ്ട്, അയർലൻഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ബാംഗ്ലൂർക്കാണ് ടിക്കറ്റ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓനെ കൂട്ടാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞങ്ങളിപ്പോൾ ഓൾറെഡി 3 പേരുണ്ട്. അപ്പോൾ ഈ റോഡിന് ശരിക്കും നമ്മൾ ആ പുതിയ ഹൈവേ വന്നതിന് ശേഷം ആറുവരിപ്പാത വന്നതിന് ശേഷം നമ്മൾ ഈ റൂട്ട് വന്നിട്ടില്ല. ശരിക്കും അതിൻ്റെ ഇടയിലൊന്നും വന്നിട്ടാണ്, പക്ഷെ ബൈക്ക് ആയതുകൊണ്ട് വേറെ ഏതോ റൂട്ടാണ് ഞങ്ങൾ മാപ്പ് ഇട്ടാ പോയത്, വേറെ ഏതോ റൂട്ട് കൂടിയാണ് പോയത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട് കയറാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ എന്തൊക്കെയോ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് സംഭവം ആദ്യം നമ്മൾ പോവാന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് സ്പീഡിൽ ഓടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് വന്നത്. പിന്നെയാണ് ആ ന്യൂസൊക്കെ അറിയുന്നത്, മറ്റേ 100 കിലോമീറ്ററിൻ്റെ മേലെ ആയാൽ കേസ്, 130 മേലെയാണ് FIR, അങ്ങനെ ഭയങ്കര സീനൊക്കെ ആക്കിക്കല്ലോ. അപ്പോൾ അറിയില്ല, പോയോക്കട്ടെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം, എന്താണെന്നുള്ള സ്ഥിതിയും പിന്നെ ടോട്ടൽ റൂട്ടൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളെ ചെക്കൻ വന്ന് ഇറങ്ങുന്നതന്നെ ജസ്റ്റ് കാണിച്ചു തരാം. ഞങ്ങൾ ഏകദേശം 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതലുള്ള ബന്ധമാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. നമ്മളിപ്പോൾ പോയിട്ട് ഏകദേശം 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഓന് നമ്മൾ ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കിയപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്നതാണ് എന്തായാലും. അപ്പോൾ നമുക്ക് കാണാം ഏകദേശം എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാം. റൂട്ടൊക്കെ അടിപൊളി ക്ലൈമറ്റാണ് സംഭവം കേട്ടോ. ഇന്ന് നൈസ്, മഴയൊന്നുമില്ല, നല്ല അടിപൊളി വെയിലും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ നാട്ടിലും വെയിലൊക്കെ ആയിരുന്നു കേട്ടോ, നൈസായിരുന്നു. നമ്മളിപ്പോൾ കയറിയ ശരിക്കും നമ്മളെ ബത്തേരിയിൽ നിന്ന് നേരെ ഗുണ്ടൽപേട്ട്, അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ മൈസൂർ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ റോഡ് കുറച്ച് നേരമായിട്ടുള്ളൂ കയറിയിട്ടാ, ഇനിയുണ്ട്, ഓടാനുണ്ട് അത്യാവശ്യം. പിന്നെ കയ്യും വിട്ട് പാട്ടും പാടാ. നമ്മൾ ഈ ശരിക്കും നമ്മളെ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇത് ഒന്ന് ഈ ചങ്ങായിമാരെ ഒരു അന്തമില്ല. നമ്മളെ നാട്ടിലത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ എത്രയോ ബെറ്ററാണ്. ഈ ചങ്ങായിമാർ ഒരു അന്തം ഉണ്ടാവില്ല. വണ്ടിക്ക് 2 ടയർ ഉണ്ടാവും, ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഒരു ചങ്ങായി ജസ്റ്റാ മിസ്സായേ. ഞങ്ങൾ കുറച്ചുകൂടെ സ്പീഡിലായിരുന്നെങ്കിൽ തട്ടിയാനാ. പക്ഷെ ഇവിടുന്നൊക്കെ തട്ടിയാൽ നമുക്കൊന്നും പറയാനും പറ്റില്ല. നമ്മളെ നാടല്ലല്ലോ സംഭവം. എങ്ങനെയാലും നമ്മളെ തലയിലേ ഇരിക്കുകയുള്ളൂ. അതാണെങ്കിലോ ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല, ഗ്ലാസ്സോ ഒന്നും ഒരു തേങ്ങയും വേണ്ട ഇവർക്ക്. ഇവിടത്തേക്ക് RTOമാരൊക്കെ എന്തെന്തല്ലോ പരിപാടി, അവർ വേറെന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുറച്ച് വൈകി പോയി. സംഭവം ഉച്ചയ്ക്ക് ഇറങ്ങിയാണ്, പക്ഷേ എൻ്റെ വണ്ടിക്ക് ഇതുവരെ ഫാസ്റ്റാഗ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റത്തെ ടോൾ വന്നപ്പോൾ അവിടുന്ന് നമ്മൾ പുതിയതായിട്ട് എടുക്കുക ചെയ്തത്. ഏതാ നമ്മൾ ഇതെടുത്തത്? ഏത് ബാങ്കിൻ്റെ ആണ്? IDFC അല്ലേ? IDFCൻ്റെ ഫാസ്റ്റാഗ് എടുത്തേക്ക് 550 ഉറുപ്പിയാണ് മേടിച്ചത്. കാരണം ഞങ്ങൾക്ക് വേറെ രക്ഷയില്ലായിരുന്നു. പെട്ടെന്നാണ് സംഭവം അതിൻ്റെ കാര്യം ഓർത്തത്. നമ്മൾ പേ ചെയ്ത് പോകാമെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ നല്ല പൈസ കൂടുന്ന് പറഞ്ഞു എല്ലാവരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുക്കുക ചെയ്ത് 550 ഉറുപ്പിയായി. പിന്നെ 150 ബാലൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അത് റെഡി ആണോ എന്നുള്ളത് ഇനി അടുത്ത ടോൾ വരുമ്പോൾ കാണാം. ആ സൈഡിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഞങ്ങളപ്പോൾ ഇന്ന് രാത്രി കേട്ടോ ബാംഗ്ലൂർ എത്തുക. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ട് ഇന്ന് നമുക്ക് സ്റ്റേ അവിടെ ചെയ്തിട്ട് അവൻ രാവിലെ, അതായത് നാളെ രാവിലെ 3 മണിയല്ലടാ ടൈം പറഞ്ഞേ? 3 മണിയല്ല, 3 മണിക്കാണ് ഏകദേശം അവിടെ ഇറങ്ങുക. അപ്പോൾ ആ ടൈമിൽ പോയി പിക്ക് ചെയ്തിട്ട് പിന്നെയും കുറച്ചുകൂടെ ഉറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ ഒന്ന് കറങ്ങി. എന്തോ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്കല്ല കേട്ടോ, അവനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് നേരെ റിട്ടേൺ ആണ്. അവന്റെ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാനുണ്ട്. അതെ, അവന്റെ പേരിൽ അവനെ കൊണ്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ്. അപ്പോൾ അങ്ങനെയാണ് സ്ഥിതി. ഇനിയിപ്പോൾ ഒരു ഡൗട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടി എടുത്തു വരാനുള്ള മെയിനായിട്ടുള്ള കാരണം CNG ഉള്ളത് കൊണ്ടാണ്. കാരണം മൈലേജ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ വഴിക്ക് CNGൻ്റെ പെട്രോൾ പമ്പ് ഉണ്ടോ എന്നുള്ള അറിയില്ല. കണ്ടിനോ? അങ്ങനെ ആണേ കഴിച്ചില്ലായി, അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് മരിക്കും. ഈ നാട്ടുകാർക്ക് ബോധമില്ലാത്തതാണ് റോഡ് ചാടുവേ. അതും ശ്രദ്ധിക്കണോ? അത് വൻ സീനാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സംഭവം യുവന്മാരെ പേടിക്കണ്ടേ. പിന്നെ പേടിക്കേണ്ട പശുവോ പട്ടിയൊക്കെയാണ്. അല്ല, പട്ടി പിന്നെ ഇല്ല, പശുവാ. ഐറ്റിങ്ങൾ തട്ടിയാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പോക്കുണ്ടാവില്ല. നമ്മൾ ഈ റൂട്ടൊക്കെ വന്നിട്ട് കുറേ ആയില്ലേ?
റൂട്ട് അല്ലേ? അമ്പി പോയത് നമ്മൾ ഈ റൂട്ടല്ലേ പോയെ? അമ്പി റൂട്ടല്ലേ. ഇനി നമുക്ക് ഇതാട്ടോ റോഡ് മൊത്തം സ്ഥിതി ഇത് തന്നെ ആയിരിക്കും കേട്ടോ. മൊത്തം സ്ട്രെയിറ്റ് റോഡായിരിക്കും. നല്ല രസം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ മടുപ്പും വരും. കാരണം നമ്മളെ മാനുവൽ വണ്ടി ഓട്ടോമാറ്റിക് പോലെ ആവുന്ന അവസ്ഥയാണിത്. നമ്മൾ വെറുതെ ആക്സിലേറ്റർ മാത്രം കൊടുത്ത് ഇങ്ങനെ പോയാൽ മതി. ചടയ്ക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അതാണെങ്കിൽ 100ന്റെ മേലേക്ക് പോകാനും പറ്റൂലല്ലോ. അതും ശ്രദ്ധിക്കണം. നമ്മൾ എന്താ സ്പീഡ് അറിയൂല. അതൊന്നാ ഈ റോഡിന്റെ പ്രശ്നം. നമ്മളെ റോട്ടിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ എന്താ പറയാ ഒരു 60-ലൊക്കെ പോകുമ്പോൾ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ പെരുവും തീറ്റ കേട്ടോ. ഞങ്ങൾ ചിപ്സ് മേടിച്ചിട്ട് സംഭവം പാളിപ്പോയി. നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ. കൊറേ മേടിക്കുകയും ചെയ്ത് സംഭവം നൈസായിട്ട് പാളി. യാത്ര കൊണ്ട് കുറച്ച് കൂടുതൽ വാങ്ങി വെച്ച് നമുക്ക് അവിടെ വരെ കഴിക്കാനെന്നൊക്കെ വിചാരിച്ചു മേടിച്ച സംഭവം പാളിപ്പോയി. ഇനിയിപ്പോ നമുക്ക് അമലിന് കൊടുക്കാം. അവർക്ക് വേണ്ടി മേടിച്ചവർക്ക് കൊടുക്കാം. കൊറേ കാലം അതിനെ കൊണ്ട് തിന്നിട്ട് തിരികില്ല. അല്ലാണ്ടെന്നൊക്കെ വരുന്നല്ലേ അവസ്ഥല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ CNG അടിക്കാനുള്ള പമ്പ് കിട്ടിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ നെഞ്ചങ്കോടാണ് സ്ഥലം വരുന്നത്. നെഞ്ചങ്കോട് ജസ്റ്റ് പാസ് ചെയ്തതിൽ ഭാരത് പെട്രോളിയാണ് അതിൻ്റെ ഇതിൽ. ഇതാണ് നമുക്ക് അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നത് കേട്ടോ. 4 സിലിണ്ടർ ആയതുകൊണ്ട് അതിൻ്റെ ഉണ്ട്. പിന്നെ അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് സൈഡിലും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ നാട്ടിലത്തുമായിട്ട് ഏകദേശം ഒരു 3 റുപ്യേൻ്റെ മാറ്റമുള്ളൂ കേട്ടോ CNG. പെട്രോൾ ഇവിടെ 102, നമ്മളവിടെ 106 ഇട്ടില്ല. അപ്പം 4 റുപ്യ. വലിയ ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. എനിക്ക് ശരിക്കും മൈലേജ് അതിൽ 10 കിലോമീറ്ററോളം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. നോർമൽ കിട്ടുന്നതിനെക്കാട്ടും 10 കിലോമീറ്റർ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ CNG ഒക്കെ അടിച്ച് ഫില്ല് ചെയ്തൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി നമ്മൾ അടുത്ത റൂട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ കൂടെയുള്ള ഒരുത്തൻ ജിഷ്ണു. ഇത് മറ്റവൻ, ഇത് അജിനാസ്. ഇനി വരാൻ പോകുന്നവൻ അമൽ. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോട്ടെ. ഏകദേശം 5:45 കേട്ടോ. 5:45 എല്ലായിടത്തും ഡിലേ ആയി. ഞങ്ങളിങ്ങനെ നിർത്തിയൊക്കെ മെല്ലെ പോന്നിട്ട് പിന്നെ കുഴപ്പമില്ല, മെല്ലെ പോയാലും മതി. ഓക്കെ, നോക്കണം. ഞങ്ങളിപ്പോൾ ഏകദേശം മൈസൂർ എത്താനായി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പേരക്ക കണ്ടു. പേരക്ക മേടിച്ചാണ്, പക്ഷെ മധുരമില്ല, പാളി. മൊത്തം പാളായിട്ട് മുളക് ഇട്ട് രസമുണ്ട്. പക്ഷെ എൻ്റെ ചുണ്ട് ഇങ്ങനെ പൊട്ടുന്നോണ്ട് ഞാൻ മുളക് വെച്ചാൽ ശരിയല്ല. സന്ധ്യ കഴിയാ നമ്മൾ കുറേ ബൈക്ക് 8 മണിയാകുമ്പോൾ അവിടെ പിടിക്കേണ്ടതായിരുന്നു. നമ്മള് മറ്റേ റോഡ് കയറി കഴിയുമ്പോൾ ലൈറ്റും ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ചെറിയ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് രാവിലെ ഒക്കെ പോയപ്പോഴേ. രാവിലെ എത്ര മണിക്ക് 150 കിലോമീറ്റർ ഉള്ളൂ. 150 കിലോമീറ്റർ നല്ല ഗുണമായി. അവിടെ രാവിലെ 3 മണിക്കല്ല പോലെ ഇറങ്ങുന്ന. നമ്മൾ എത്ര മണിക്ക് കൊണ്ടുവരും? 1 മണി. നല്ല രസമുണ്ടാവും. ഉറങ്ങി കഴിഞ്ഞ ആ ടൈമിലൊക്കെ എങ്ങനെ ഇരിക്കാൻ തോന്നും. ഓനോട് നമുക്ക് ലാസ്റ്റ് ക്യാബിൽ വിളിച്ചു നിങ്ങള് പോയിട്ട് കൂട്ടിക്കൊണ്ടിരില്ലേ? ഞാൻ കാണിച്ചു തരാം. റൂമിനാരെയും കാവലിരിക്കണം. എന്തിന് റൂമിന്ന് ഒന്നും പോകാനുമില്ല. അല്ലെങ്കിൽ ഓൻ വന്നിട്ടാണെങ്കിൽ ഓൻ കൊണ്ടുവരുന്നെങ്കിലും പോകാണ്ട് നോക്കാം. ഞങ്ങളെ ഫാസ്ടാഗ് റെഡി ആയിട്ടോ. ഫസ്റ്റത്തെ ഇത് കഴിഞ്ഞു. അന്ന് പിടിച്ചു 60 റുപ്യേൻ്റെ ഇത് പിടിച്ചു, ടോള് പിടിച്ചു. ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, റെഡി ആവുമെന്നുള്ള. ആവശ്യമില്ലാത്ത കൊണ്ടേ ഇതുവരെ എടുക്കാത്തതാണ്. വെറുതെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആവശ്യം വന്നപ്പോൾ അങ്ങ് എടുത്താണ്. എന്തായാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എടുത്ത് നന്നായില്ലടാ. ഇരട്ടി ചാർജ് നല്ല എഴുതി വെച്ചവര്. ഡബിൾ ചാർജാണ്. എന്റെ പൊട്ടോ, മൊത്തത്തിൽ അത് തന്നെ ആയിരിക്കില്ലേ സ്ഥിതി എല്ലാത്തിലും. ഞങ്ങള് രണ്ടാമത്തെ ചെക്കിങ്ങിലപ്പോ പെട്ടെ. ചങ്ങന്മാർക്ക് KL വണ്ടി കണ്ട അപ്പ കല്യ വെറുതെ നിർത്തി. അവർക്ക് സംഭവം ചെക്ക് ചെയ്ത് നോക്കി അറിയാവുന്ന കേസുള്ളൂ. വെറുതെ നിർത്തി കുറേ നേരം നമ്മളിട്ട് കറക്കിയിട്ടൊക്കെ വിടുക. ഇതായി ചങ്ങന്മാരാ. വെറുതെ ഒരാവശ്യവും ഇല്ലാതെ
നമ്മളടുത്ത് എന്തെങ്കിലും 100 രൂപ കിട്ടുമോ വെച്ചിട്ട് തുടങ്ങും. ഇത് കാണിച്ചു കൊടുത്തിട്ടും വെറുതെ പോസ്റ്റ് ആക്കിയിട്ട് ഇനി അങ്ങോട്ട് പിന്നെ തന്നെ ആയിരിക്കും. രാത്രി അങ്ങോട്ട് ചിലപ്പോൾ കുറവുണ്ടാവും, അല്ലാതെ ഫുള്ള് കണക്കായിരിക്കും. അതാണ് ഞങ്ങള് കുറേ വൈകി. ഇനിയിപ്പോ എക്സ്പ്രസ് ഹൈവേയിൽ എത്തിയിട്ടുമില്ല. ഇനിയിപ്പോ കേറി എപ്പോഴാണെന്നോ അങ്ങ് എത്തുക സംഭവം. നമ്മളങ്ങനെ അപ്പോൾ അടുത്ത ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏതാ ഫാസ്റ്റ് ആയി നോക്കിട്ടോ കാറ്. ഇവര് പോകുന്ന ഏതാ വെച്ചാൽ അതിൽ കയറാല്ലേ. എന്തായാലും ഫാസ്റ്റ് ആയി, എല്ലാം ഫാസ്റ്റ് ലാഗിലായിരിക്കും. ബാക്കിൽ വണ്ടി പാഞ്ഞു വരുന്നുണ്ട്. ഗ്രാൻഡ് ഐറ്റം തന്നെയാണല്ലോ. $160. ക്യാമറ ഇങ്ങനെ കടിക്കുന്നു. 160 ഞാനല്ലേ 150 രൂപ. നമ്മളിപ്പോ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഏകദേശം 9 മണിയായിട്ടോ. നമ്മള് മെല്ലെ പോകുന്ന, ഈ സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉള്ളതും കൊണ്ട് മെല്ലെ മെല്ലെ പോകും. ടോള് കൊടുത്ത് ഒരു വയ്യായിട്ടില്ല അവിടെ. നമ്മളിപ്പോ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അങ്ങോട്ട് ലൊക്കേഷൻ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എയർപോർട്ടിന്റെ അവിടുന്ന് 12 കിലോമീറ്ററോ അങ്ങനെ എന്താണ് ഡിസ്റ്റൻസ് കാണിക്കുന്നത്. ഞങ്ങളങ്ങനെ റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷായി നൈസായിട്ട് ഉറങ്ങിയപ്പോഴത്തേനും നമ്മൾ ചെക്കൻ വിളിച്ചു. 2:45 ആയപ്പോഴത്തേനും. പിന്നെ അവന് ചെക്കൗട്ട് അടിക്കാൻ ചെറിയ ടൈം എടുക്കും എന്തായാലും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എത്താനുള്ള ടൈമുണ്ട്. ഞങ്ങളങ്ങനെ കമ്പൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പോകുന്നത് ടെർമിനൽ 2 ആണ് കേട്ടോ. ഇത് പുതിയതാണ്, ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. പാർക്കിന് താഴേക്ക് വന്നു. ഇതുപോലെ ലൈറ്റ് കുറെ വീശി കാണിക്കേണ്ടി വരും. അണ്ടർഗ്രൗണ്ട് അല്ലേ പാർക്കിംഗ് വരുന്നത്? ഏത് പാർക്കിംഗ്? നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാട്ടോ ഉള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇനി തപ്പി പിടിക്കണം കറക്റ്റ് ചെക്കനെ എവിടെ ഇറങ്ങുക. അത് അറൈവൽ പിക്കപ്പ് അങ്ങോട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. ഇതിന് മേലൊക്കെ ടോപ്പ്. നമ്മളെ ഇത് വണ്ടിടാ. എടാ ഓനൊന്ന് വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കാം അല്ലേ. നമ്മളെ ചെക്കനങ്ങനെ വന്നിട്ടുണ്ട്. യാ മോനെ വിശേഷം സുഖമല്ലേ? യാ മോനെ മടുത്തറ. എത്ര മണിക്കൂർ കഴിഞ്ഞ് കയറിയിട്ട്? 13 മണിക്കൂർ. എത്ര? 17 മണിക്കൂർ. യാ മോനെ ഇത് കുറേ ഉണ്ടല്ലോ ബോക്സ്. ഇത് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഫുള്ള് ഗാർഡൻ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ച് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെയാണ്, പക്ഷേ ഒറിജിനലാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അടിപൊളി. ഞങ്ങൾക്ക് ഉള്ളിലൊന്നും കയറാൻ പറ്റാത്തത് കൊണ്ട് കയറിയിട്ടില്ല. പുറത്തുനിന്ന് തന്നെ നോക്കുമ്പോൾ വേറെ ലെവലാണ്. അപ്പോൾ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളപ്പോൾ നേരെ റിട്ടേൺ റൂമിലേക്കാണ്. ഇനി പോയി ഒന്ന് ഉറങ്ങിയിട്ട് ക്ഷീണം തീർത്തിട്ട് നമ്മൾ അടുത്ത പരിപാടിയുള്ളൂ. അപ്പോൾ
നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ നമ്മള് നല്ല റിട്ടേൺ ആണ്. ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇവൻ എന്തൊക്കെയോ ചെറിയ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ നേരെ റിട്ടേൺ ആണ്. മൈസൂർ റോഡ് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ചെറിയൊരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. KR മാർക്കറ്റിംഗ് അങ്ങനെയൊന്നുമല്ല നമ്മൾ നോക്കിയ KR മാർക്കറ്റിംഗ്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ആക്കണം. വണ്ടി ഫുള്ളാട്ടോ ഏകദേശം. ഒന്ന് കാണിക്കടാ. അത് ഒന്നാമത് എൻ്റെ ബേക്ക് ഡിക്കി കംപ്ലീറ്റ് സ്പേസ് പോയി കിടക്കാനുള്ള മറ്റേ CNG ചെയ്തിട്ട് അതുകൊണ്ട് സീനാണ്. മൊത്തത്തിൽ സ്പേസ് കുറവാണ്. അപ്പോൾ നമ്മൾ സീറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ കുഴപ്പമില്ല, നല്ല റോഡായത് കൊണ്ട് ഇങ്ങനെ പോവാം. പിന്നെ ടോട്ടല് തിരക്കൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇന്നലെ വന്നപ്പോ ഒക്കെ പിടുത്തം വിട്ട തിരക്കായിരുന്നു. ഇപ്പോട്ടെ സിറ്റി കവർ ചെയ്ത് പോയി. എന്നാലും തിരക്കായി വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം, ഫ്രീ സ്റ്റൈലാണ് ഇവിടെ ഡ്രൈവിങ് മൊത്തം. എപ്പോഴാ എവിടുന്നാ വരിക എന്നുള്ളത് നോക്കണം. മേഘസൂര്യൻ കാവലാകാൻ നീലവാതിലുമീതെ കുറുകി നടക്കും മാടപ്രാവുകളെ കൊട്ടാരത്തിനു ചന്തം കൂട്ടാൻ വാ. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാ. ഹായ്, അപ്പോൾ നമ്മളെ യാത്ര ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് തന്നെ എത്താനായിട്ടുണ്ട്. ഏകദേശം കുറച്ചും കൂടെ ഉള്ളൂ, ഇനി ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അയർലാൻഡിൽ നിന്ന് വന്ന ആൾ എന്താ ബേക്കി ഇരിക്കുന്നുണ്ട്. പിന്നെ വണ്ടി ഫുള്ളാണ് ഏകദേശം, ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒരുത്തെന്താ വണ്ടി എടുക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളപ്പോൾ രാവിലെ പോകുന്നതാണ് അവിടുന്ന്. അപ്പോൾ അതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. ഫുഡൊന്നും മെയിനായിട്ട് കഴിച്ചില്ല. ഞങ്ങൾ ചെറിയ കരിക്കും പിന്നെ അതേപോലെ പേരക്കയും ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിച്ച് മെല്ലെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് കയറിയിട്ട് വേണമെങ്കിൽ ഇപ്പം എന്തെങ്കിലും കഴിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ബൈ.